everyone. Today we are going to discuss about superscalar processors. So, ആദ്യം നമുക്ക് what is a scalar and what is a superscalar processor എന്നറിയണം. സോ നമുക്ക് സ്കെയിലാർ പ്രോസസ്സേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. സ്കെയിലാർ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇഷ്യൂയിങ്ങും 1 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിളാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതും 1 റിസൾട്ട് പെർ സൈക്കിളാണ്. അതായത് പൈപ്പ് ലൈനിൻ്റെ ത്രൂപുട്ട് എന്ന് പറയുന്നതും 1 റിസൾട്ട് പെർ സൈക്കിളാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നത് 1 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ, 1 ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് പെർ സൈക്കിളാണ്. റിസൾട്ട് എന്ന് പറയുന്നതും 1 റിസൾട്ട് പെർ സൈക്കിൾ ആണ് സ്കെയിലാർ പ്രോസസ്സറിൻ്റെ വർക്കിംഗ്. സൂപ്പർ സ്കെയിലാർ വന്നപ്പോൾ നമുക്ക് കുറേ കൂടി എഫിഷ്യൻസി വേണം. ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സൈക്കിളിൽ ചെയ്യുന്നതിന് പകരം വി ടുക്ക് ലൈക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആർ പൈപ്പ് ലൈൻ എക്സിക്യൂട്ടഡ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആർ ഇഷ്യൂഡ് പെർ സൈക്കിൾ. ഒരു സൈക്കിളിൽ ഇൻസ്റ്റെഡ് ഓഫ് 1 ഇൻസ്ട്രക്ഷൻ ഇൻ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ വി ആർ ഇഷ്യൂയിങ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ. So multiple results are generated per cycle. അതാണ് സൂപ്പർ സ്കെയിലാറും സ്കെയിലാറും തമ്മിലുള്ള ഡിഫറൻസ്. സോ സൂപ്പർ സ്കെയിലാറിൽ വി ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് ആൻഡ് മൾട്ടിപ്പിൾ റിസൾട്ട്സ് ജനറേറ്റഡ്. സോ വാട്ട് ഈസ് എ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ? Superscalar processors are designed to exploit instruction level parallelism in user programs. എന്താണ് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം? ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷൻസ്, പ്രോഗ്രാം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻ ലെവലിലാണ് നമ്മൾ പാരലൈസ് ചെയ്യുന്നത്. സോ ഇവിടെ നല്ല ഒരു കമ്പൈലർ വേണം. ആ കമ്പൈലറാണ് ഇവിടെ പാരലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് റെഡി ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിപ്പെൻഡൻസീസ് ഗ്രാഫും കാര്യങ്ങളും എല്ലാം പഠിച്ചതാണ്. സോ ഡിപ്പെൻഡൻസീസ് ഇല്ലാത്ത ഇൻസ്ട്രക്ഷൻസിനെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ അതിനെ ഡിഫറെൻ്റ് ആയിട്ട് പൈപ്പ് ലൈൻ ചെയ്യുന്നത് ആ ഒപ്റ്റിമൈസിങ് കമ്പൈലറിൻ്റെ ജോലിയാണ്. സോ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം ആണ് സൂപ്പർ സ്കെയിലാർ പ്രോസസ്സറിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ദി എമൗണ്ട് ഓഫ് പാരലലിസം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് കോഡ് ബീയിങ് എക്സിക്യൂട്ടഡ്. അതായത് ഡിപ്പെൻഡൻസീസ് കുറവുള്ള കോഡാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ. ഓൺ ആൻ ആവറേജ് at an instruction level around 2 instruction can be executed in parallel. ആവറേജ് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇൻസ്ട്രക്ഷൻ എങ്കിലും നമുക്ക് പാരലലി ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ ബെനിഫിറ്റ് ടു ഹാവ് എ പ്രോസസ്സർ വിച്ച് ക്യാൻ ഫെഡ് വിത്ത് 3 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ദി ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ഡിഗ്രി ഇൻ സൂപ്പർ സ്കെയിലാർ ഇസ് ലിമിറ്റഡ് ടു 2 to 5. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ഒരു 4, 5, 8, 9, 10 ഒക്കെ കൊടുത്ത് നമ്മുടെ ഹാർഡ്വെയർ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതിലും നല്ലത് ഒരു 2 to 5 റേഞ്ചിൽ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ എ കമ്പൈലർ ആൻഡ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് കമ്പൈലർ. സോ ഹൗ പൈപ്പ്ലൈനിങ് ഇൻ എ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ ഹാപ്പൻസ്? ഇതാണ് നമ്മുടെ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സറിൻ്റെ പൈപ്പ് ലൈനിങ്ങിൻ്റെ ഫിഗർ. സോ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ ആദ്യത്തെ സാധാരണ ബേസിക് ആയിട്ടുള്ള സാധാ സ്കെയിലാർ പ്രോസസ്സറിൻ്റെ അകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു നമ്മൾ അറ്റ് എ ടൈമിൽ ഇഷ്യൂ ചെയ്യുള്ളൂ. അതായത് ഒരു ഫെച്ച് കഴിയുമ്പോൾ അടുത്ത ഡീകോഡിൻ്റെ സമയത്ത് അടുത്ത ഇൻസ്ട്രക്ഷൻ, ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. അറ്റ് എ ടൈമിൽ നമുക്ക് n ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ this figure is a super scalar processor of degree 3 ആണ് ഈ കിടക്കുന്നത്. അതായത് 3 ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ തുടക്കം തന്നെ ലോഡ് ചെയ്യുകയാണ്. സോ ഒരു ക്ലോക്ക് സൈക്കിളിൽ വി ക്യാൻ ഇഷ്യൂ 3 instructions. So super scalar processor of a degree m can issue m instruction per cycle. ഇവിടെ 3 ആയതുകൊണ്ട് ഡിഗ്രി 3 മീൻസ് ഇറ്റ് ക്യാൻ ഇഷ്യൂ 3 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ.
to fully utilize at every cycle, there must be m instruction for execution. ഇതിനെ ഓരോ സൈക്കിളും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഓരോ ദർ മസ്റ്റ് ബി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എം ഇൻസ്ട്രക്ഷൻസ് വേണം. അതായത് 3 ഡിഗ്രി ആണെങ്കിൽ 3 ഇൻസ്ട്രക്ഷൻസ് എങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ വേണം എന്നാണ് പറയുന്നത്. ഡിപ്പെൻഡൻസ് ഓൺ ഒപ്റ്റിമൈസിങ് കമ്പൈലർ എന്ന് പറയുന്നത് ഇവിടെ വളരെ കൂടുതലാണ്. ബിക്കോസ് ഒപ്റ്റിമൈസിങ് കമ്പൈലർ വേണം ഇതിൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റുകളില്ലാത്ത പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ കണ്ടുപിടിച്ച് പൈപ്പ് ലൈൻ ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. സോ ഒപ്റ്റിമൈസിങ് കമ്പൈലർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വിത്ത് എ സൂപ്പർ scalar processor. So this is about pipelining in super scalar processor with degree n. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് പാരലലിസം നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. So super scalar processors, they were originally developed as an alternative to vector processors. നമുക്ക് വെക്റ്റർ പ്രോസസ്സേഴ്സിന് മുമ്പ് അത് വെക്റ്റർ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റാണ്. സോ അതിനെ ഒരു ലോവർ കോസ്റ്റിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള രീതിക്കാണ് ഇത് കൊണ്ടുവന്നത്. സോ ദേ എക്സ്പ്ലോയിറ്റ് ഹയർ ഡിഗ്രി ഓഫ് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം. എ സൂപ്പർ സ്കേലാർ പ്രോസസ്സർ ഓഫ് ഡിഗ്രി എം can issue m instruction per cycle. The base processor implemented either in RISC or CISC has m equal to 1. The instructions must be executed in parallel. m instructions must be executed in parallel. അതായത് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസായിട്ട് ഉള്ള ഒരു സ്കെയിലാർ പ്രോസസ്സർ കാണും. അത് റിസ്ക് ആകാം അല്ലെങ്കിൽ സിസ്ക് ആവാം. അതിൻ്റെ അകത്ത് m equal to 1 ഇൻസ്ട്രക്ഷൻസ് ആണ്. m equal to 1 പൈപ്പ് ലൈനിങ് ആണ് അച്ചീവ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനെയാണ് നമ്മൾ സൂപ്പർ സ്കെയിലാറാക്കി മാറ്റുന്നത്. ഈ m ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സറിൽ ദി സിമ്പിൾ ഓപ്പറേഷൻ ലാറ്റൻസി റിക്വയർ ഓൺലി 1 സൈക്കിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഇഫ് വി ഹാവ് m equal to 3 ആണ് എങ്കിൽ ആ 3 ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത 3 ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യാനും പറ്റണം. ആദ്യത്തെ 3 ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യാനും എനിക്ക് പറ്റണം. സോ ഇവർ തമ്മിൽ ഉള്ള ഒരു ഡിലേ എന്ന് പറയുന്നത് ജസ്റ്റ് 1 മാത്രം ആയിരിക്കണം. അത് ഐഡിയൽ കേസിൽ തന്നെ അത് വർക്ക് ചെയ്യണം. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ഇത് ഒരു ഒപ്റ്റിമൈസിങ് കമ്പൈലറിനെ ഹയർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇൻസ്ട്രക്ഷൻസ് തമ്മിൽ ഡിപ്പെൻഡൻസീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇത് നമ്മൾ പൈപ്പ് ലൈൻ ചെയ്യാനായിട്ട് ഉള്ള ഇൻസ്ട്രക്ഷൻസ് കണ്ടുപിടിക്കുക ഈസ് വെരി വെരി ഡിഫിക്കൽട്ടായിട്ട് മാറും. സോ ഇത് ഒരു സൂപ്പർ സ്കെയിലാർ ആർക്കിടെക്ചറാണ് വിത്ത് ആൻ ഇൻറ്റിജർ unit and a floating point unit, IU for integer unit and FPU for floating point unit. So ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഇതിൽ ഒരു ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ ക്യാഷാണ് ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസിനെ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യണം, ആർക്കൊക്കെ കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ ഇൻസ്ട്രക്ഷൻ ക്യാഷാണ്. ദെൻ ഇവിടെ മൾട്ടിപ്പിൾ ഡാറ്റ ആൻഡ് അഡ്രസ് ബസ്സുകളുണ്ട്. അതായത് നമുക്ക് പാരലലി നമ്മുടെ എക്സിക്യൂഷൻസ് വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് ഡാറ്റ ക്യാഷും അഡ്രസ് ബസ്സും പാരലലി സ്പീഡിൽ നടക്കുന്നു. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈമിൽ ബ്രാഞ്ചിങ്ങും ALU ഷിഫ്റ്റ് ലോഡ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇൻറ്റിജർ യൂണിറ്റും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഹയർ ഓർഡർ മാത്തമാറ്റിക്കൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റിജർ യൂണിറ്റും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. So multiple instructions or pipelines are used. Instruction cache supplies multiple instruction per fetch. The actual number of instruction issued to various functional unit may vary in each cycle.
the number is constrained by data dependencies and resource conflict among instructions. They are simultaneously decoded. സോ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് തരും. പക്ഷെ അത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും ബിക്കോസ് ഡാറ്റ ഡിപ്പെൻഡൻസിയും റിസോഴ്സ് കോൺഫ്ലിക്ട്സും ഒക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് അത് ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സൈക്കിളിൽ 3 എണ്ണം കൊടുത്തെങ്കിൽ അടുത്ത സൈക്കിളിൽ ചിലപ്പോൾ 2 എണ്ണേ കാണുള്ളൂ. സോ ദാറ്റ് വാട്ട് ഹാപ്പൻസ്. Then we have multiple functional units are built into integer unit and into floating point unit. Multiple data bus ഉണ്ട് among functional units. In theory നോക്കുകയാണെങ്കിൽ all functional units can be simultaneously used എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സിനാരിയോ അല്ല. So this is a example of a superscalar. This is a representative system. IBM RS6000 architecture. This is a superscalar architecture from IBM. ഇതിന് ശരിക്കും 3 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ബ്രാഞ്ച് പ്രൊസസ്സർ, ഫിക്സഡ് പോയിൻ്റ് യൂണിറ്റ് ആൻഡ് എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ്. ഇറ്റ്സ് മാർക്ക്ഡ് ഇൻ റെഡ് ഓവൽ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് പ്രൊസസ്സർ, ഫിക്സഡ് പോയിൻ്റ് പ്രൊസസ്സർ ആൻഡ് എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് പ്രൊസസ്സർ. ബ്രാഞ്ച് പ്രൊസസ്സറിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസിനെ പൈപ്പ് ലൈൻ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ കൊടുക്കുക എന്നുള്ളതാണ് ബ്രാഞ്ച് പ്രൊസസ്സറിൻ്റെ ജോബ് എന്ന് പറയുന്നത്. സോ ബ്രാഞ്ച് പ്രൊസസ്സർ അറേഞ്ച് ചെയ്യും ഇൻസ്ട്രക്ഷൻസ് ഫോർ എക്സിക്യൂഷൻ. അപ് ടു 5 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിളാണ് ബ്രാഞ്ച് പ്രൊസസ്സർ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ദീസ് ഇൻക്ലൂഡ് 1 ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഇൻ ബ്രാഞ്ച് പ്രൊസസ്സർ, ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എക്സിക്യൂഷൻ യൂണിറ്റ്, ഒരു കണ്ടീഷൻ രജിസ്റ്റർ വരാം ഇൻ ബ്രാഞ്ച് പ്രൊസസ്സർ. അതിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ഉള്ള ഇത് ബ്രാഞ്ച് ചെയ്യുന്ന രീതി ആകാം. 1 ഫ്ലോട്ടിംഗ് പോയിൻ്റ് മൾട്ടിപ്ലൈ ഓർ ആഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ് വരാം, വിച്ച് കുഡ് ബി കൗണ്ടഡ് ആസ് 2 ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ 1 ഫ്ലോട്ടിംഗ് പോയിൻ്റ് മൾട്ടിപ്ലൈ ആഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 2 ഇൻസ്ട്രക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ 4 ഉള്ളൂ. 5th വൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ലാസ്റ്റത്തെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് മൾട്ടിപ്ലൈ ആഡ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ് 5 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് കൺസിഡേർഡ് ആസ് 2 ഇൻസ്ട്രക്ഷൻ. സോ ഇവിടുത്തെ നമ്പർ ഓഫ് ബസ് ഇറ്റ്സ് വേരി ആൻഡ് പ്രൊവൈഡ് ഹൈ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ബാൻഡ്വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് IBM RS6000, it uses a hardwired rather than a micro-coded control logic. സോ ഇത് റിസ്കിൻ്റെ അകത്താണ് നമ്മൾ ഹാർഡ് വയേർഡ് കണ്ടിട്ടുള്ളത്. സോ സിമിലർലി RS6000 ഇറ്റ് യൂസസ് എ ഹാർഡ് വയേർഡ് ദാൻ മൈക്രോ-കോഡഡ് കൺട്രോൾ ലോജിക്. സോ ഇവിടുത്തെ ബസ് എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് എ വൈഡ് ബസ് റേഞ്ചിങ് ഫ്രം 1 word that is 32-bit for floating point unit to 2 words for FPU and 4 words for iCache and Dcache. So ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. സോ ദിസ് RS6000 ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും ഇൻറ്റൻസീവ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആൻഡ് എൻജിനീയറിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ ഫോർ മൾട്ടി യൂസർ കൊമേഴ്ഷ്യൽ എൻവയോൺമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ IBM RS6000 ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വെരി ഹൈ എൻഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. ദെൻ ഇത് വച്ചിട്ട് IBM ശരിക്കും കുറേ വർക്ക് സ്റ്റേഷൻസും, അതായത് സാധാ കമ്പ്യൂട്ടേഴ്സും പിന്നെ കുറേ സെർവേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തു. പവർ സ്റ്റേഷൻ 530 എന്നൊക്കെ പറയുന്നത് ഈ ഒരു ആർക്കിടെക്ചറിൽ വരുന്ന IBM RS6000 ആർക്കിടെക്ചറിൽ വരുന്ന ഒരു കമ്പ്യൂട്ടറാണ് പവർ സ്റ്റേഷൻ 530. അതിൻ്റെ ക്ലോക്ക് റേറ്റ് എന്ന് പറയുന്നത് 25 MHz ആയിരുന്നു വിത്ത് 34.5 MIPS ആയിട്ട് അതിൻ്റെ പെർഫോമൻസ്
and 10.9 microflops MFlops പെർഫോമൻസ് കിട്ടും ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇത് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ വന്നപ്പോൾ ഇത് വെച്ചിട്ട് കുറേ സെർവർ പ്രോഡക്ട്സും ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ആർക്കിടെക്ചർ കുറച്ചും കൂടെ മാറ്റിയിട്ട് ദേ യൂസ്ഡ് മെനി സെർവർ പ്രോഡക്ട്സ് ഒക്കെ ഇത് വെച്ച് ഡെവലപ്പ് ചെയ്തു. റിസ്ക് ബേസ്ഡ് ആയിട്ട് കുറേ സെർവർ പ്രോഡക്ട്സ് എല്ലാം ഈ ഒരു IBM RS6000 ആർക്കിടെക്ചർ വെച്ച് അവർ ബിൽഡ് ചെയ്തിട്ട് ഉണ്ട്. ഓക്കെ, സോ റെപ്രസെൻറ്റേറ്റീവ് സ്കെയിലാർ വേറെ ഉള്ള റെപ്രസെൻറ്റേറ്റീവ് സ്കെയിലാർ പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വെച്ചിട്ട് കുറേ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് വേറെയും കുറേ ഉണ്ട്. ദി മാക്സിമം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് പെർ സൈക്കിൾ എന്ന് പറയുന്നത് 2 to 5 ആണ്. Typically the register files in instruction unit and floating point unit, they have 32 registers under. Most superscalar processor, they implement both instruction unit and floating point unit on a same chip. മിക്ക അതായത് ഇത് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം ആണ് നോക്കുന്നത്. സോ അവർക്ക് 32 രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ആൻഡ് ഇൻ എ സിംഗിൾ ചിപ്പാണ്. സോ ബിസൈഡ് രജിസ്റ്റർ ഫയൽസ്, reservation stations and record buffers can be used to establish instruction level parallelism. ഒരു സിംഗിൾ യൂണിറ്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് റെക്കോർഡ് ബഫേഴ്സ്, റിസർവേഷൻ സ്റ്റേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം ചെയ്യാൻ പറ്റും. ഇപ്പോൾ RS6000 ആർക്കിടെക്ചർ എടുത്താൽ ദയർ വി ഹാവ് എ യൂണിറ്റ് ജസ്റ്റ് ഫോർ ദിസ് പേർപ്പസ്. നമുക്ക് ബ്രാഞ്ച് പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഈ ഒരു പേർപ്പസിന് വേണ്ടി മാത്രമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സോ ഇവിടെ മോർ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ ഇംപ്ലിമെൻറ്റ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റിജർ യൂണിറ്റും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റും ഒക്കെ സെയിം ചിപ്പിലാണ് ചെയ്യുന്നത്. നമ്മുടെ RS6000 സെയിം ചിപ്പായിരുന്നു. സോ നമുക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം കിട്ടാനായിട്ട് രജിസ്റ്റർ ഫയൽസ്, റിസർവേഷൻ സ്റ്റേഷൻസ്, റെക്കോർഡ് ബഫേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ ലുക്ക് അഹെഡും ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ്ങും ഒക്കെ കിട്ടാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സൈമൾട്ടേനിയസ്ലി ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് സൂപ്പർ സ്കെയിലാർ പ്രോസസ്സേഴ്സ്. താങ്ക് യു.